ദൈവജനമേ, ബാറൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം 35 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിലേക്ക് തിരിച്ചെത്തുന്ന ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള ശക്തമായ ഒരു ദർശനമുണ്ട്. ഈ പുരാതന വാഗ്ദാനം അന്ത്യവിധി സംബന്ധിച്ച വെളിപാട് പുസ്തകത്തിലെ പ്രവചനങ്ങളുമായും കർത്താവിൻ്റെ രണ്ടാം വരവിനായും ബന്ധപ്പെടുന്നു. വെളിപാട് പുസ്തകം പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും കുറിച്ച് പറയുന്നു. വെളിപാടിൻ്റെ 21-ാം അധ്യായത്തിൽ ഇത് മുൻപുണ്ടായ അഗ്നിശോധനയ്ക്ക് ശേഷമുള്ള നവീകരണത്തെയാണ് അർത്ഥമാക്കുന്നത്. 2 പത്രോസിൻ്റെ 3 നാം വായിക്കുന്നത് പോലെ ഈ ശുദ്ധീകരണാഗ്നി ഒരു അന്ത്യകാല സംഭവമല്ല, മറിച്ച് ഇപ്പോൾ തന്നെ ആത്മീയ വിശുദ്ധി നേടാനുള്ള ആഹ്വാനമാണ്. ഈ വിളി നാം തിരിച്ചറിയേണ്ടതിൻ്റെ ആവശ്യകത വളരെ പ്രധാനവുമാണ്. ഈ അഗ്നി നമ്മെ ആത്മീയമായി നവീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ഓർമ്മിപ്പിക്കുന്നു. നാം വിശുദ്ധിയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഓരോ നിമിഷവും ഓരോ ദിവസവും ഈ പരിശുദ്ധാത്മ ശുദ്ധീകരണം, പരിശുദ്ധാത്മ അഗ്നി മൂലമുള്ള വിശുദ്ധീകരണം നമ്മിൽ നിന്നും എളിമയും ദൈവകൽപ്പനകളോടുള്ള അനുസരണവും ആവശ്യപ്പെടുന്നു. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുവാനും തെറ്റുകൾ ഏറ്റുപറയുവാനും നാം ആത്മാർത്ഥമായി തയ്യാറാകണം. ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ നാമും പരിശുദ്ധരായിരിക്കാൻ ശ്രമിക്കണം. 1 പത്രോസ് 1:16 നാം അത് വായിക്കുന്നു. ദൈവരാജ്യം ഹൃദയശുദ്ധിയുള്ളവർക്ക് മാത്രമാണെന്ന് മത്തായിയുടെ 5:8 നാം കാണുന്നുണ്ട്. ബാറൂക്ക് പ്രവാചകൻ്റെ ദർശനം ആത്യന്തികമായ പ്രത്യാശയുടെയും ആശ്വാസത്തിൻ്റെയുമാണ്. ദൈവം ഇസ്രായേലിനെ തൻ്റെ മഹത്വത്തിൻ്റെ പ്രകാശത്തിൽ കാരുണ്യത്തോടും നീതിയോടും കൂടി നയിക്കും. ഈ വാഗ്ദത്തമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആത്യന്തികമായ അവകാശം. എളിമയോടെ, പശ്ചാത്താപത്തോടെ, വിശുദ്ധിയുടെ പാത പിന്തുടർന്ന്, നീതിയുടെ വസ്ത്രമണിഞ്ഞ് കർത്താവിൻ്റെ മഹിമയുള്ള തിരിച്ചുവരവിനായി നമുക്കും ചേർന്നൊരുങ്ങാം.